നമസ്കാരം മക്കളെ, ആകാശ് മാഷാണ്. നിവേദനം എഴുതുന്ന ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന നിവേദനത്തിന്റെ ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം അല്ലേ. അപ്പോൾ ഇങ്ങനെ ചോദ്യം ഇതാണ്: നിവേദനം. നിങ്ങളുടെ പ്രദേശത്ത് നേരിടുന്ന ഏതെങ്കിലും ഒരു പരിസ്ഥിതി പ്രശ്നത്തിന്റെ പരിഹാരം മുൻനിർത്തി അധികാരികൾക്ക് നിവേദനം തയ്യാറാക്കുക. അപ്പോൾ നമ്മുടെ പ്രദേശത്തുള്ള ഒരു പരിസ്ഥിതി പ്രശ്നം എന്താണ്? അത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതാവാം, അല്ലെങ്കിൽ ജലാശയങ്ങൾ ചൂഷണം ചെയ്യുന്നതാവാം. അപ്പോൾ ആ തരത്തിൻ്റെ ഒരു പാരിസ്ഥിതിക പ്രശ്നം നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യമായിട്ട് പറയുന്നു. ഇനി അതിനെ മുൻനിർത്തി എന്ത് ചെയ്യാം, ഒരു നിവേദനം തയ്യാറാക്കണം. അപ്പോൾ പ്രേക്ഷകൻ എന്ന് പറഞ്ഞാണ് നിവേദനം തുടങ്ങേണ്ടത്. പക്ഷെ പ്രേക്ഷകൻ എഴുതുന്നു മക്കളെ. പ്രേക്ഷകനാണ്, ാണ് ഇതാണ് ശരി. ചിലർ എങ്ങനെ എഴുതാറുണ്ട്, ഇങ്ങനെ എഴുതാറുണ്ട്. ഇത് തെറ്റാണ്. നമ്മൾ ആ സിനിമയൊക്കെ കാണുന്ന സമയത്ത് സിനിമ സീരിയൽ പ്രേക്ഷകൻ എന്നൊക്കെ പറയാറുണ്ട്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ എന്നുള്ള അർത്ഥത്തിലാണ്. അതാണ് മുകളിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. അത് തെറ്റാണ്. പ്രേക്ഷകൻ എഴുതേണ്ടത് ഇങ്ങനെയാണ്: പ്രേക്ഷകൻ അല്ലെങ്കിൽ പ്രേക്ഷിതാവ് എന്ന രീതിയിൽ എഴുതാം. അപ്പം പ്രേക്ഷകൻ ആരാണോ നിവേദനം കൊടുക്കുന്നത് അവരെയാണ് നമ്മൾ പ്രേക്ഷകൻ എന്ന് പറയുക. അമ്മു, യെസ്. അപ്പം അമ്മു ആണ് നിവേദനം കൊടുക്കുന്നത്. അമ്മുവിൻ്റെ വിലാസം ഏതാ, അമ്മുവിൻ്റെ സ്ഥലം ഏതാ, ആലപ്പുഴ. അത്ര എന്ത് ചെയ്യാം, പ്രേക്ഷകൻ എന്നുള്ള ഭാഗത്ത് എഴുതാം. അടുത്തെന്താ, സ്വീകർത്താവാണ്, സ്വീകരിക്കുന്ന ആളാണ്. അപ്പോൾ സ്വീകരിക്കുന്ന ആളിന് എന്തൊക്കെ കൊടുക്കാടാ? അതൊരു ഉദ്യോഗസ്ഥൻ്റെ പേരായിരിക്കും, ഒരു അധികാരിയായിരിക്കും. അപ്പോൾ അധികാരിൻ്റെ പേരാണ് എഴുതേണ്ടത്. പഞ്ചായത്ത് പ്രസിഡന്റ്, ആലപ്പുഴ ജില്ലാ ഓഫീസ്. ഇനിയോ ആലപ്പുഴ. ഇനി കൊടുക്കേണ്ടത് എന്താണ് വിഷയം? ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുമ്പാകെ അവതരിപ്പിക്കുന്ന നിവേദനം. വിഷയം: ഞങ്ങളുടെ പ്രദേശം നേരിടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്ന രീതി എന്ത് ചെയ്യുന്നു, നമ്മൾ വിഷയം അവതരിപ്പിക്കുന്നു. അടുത്തത് സർ എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടന്റ് എഴുതുകയാണ്. കണ്ടന്റ് എഴുതുമ്പോൾ എന്താണ് വിഷയം എന്ന് പറയുന്നു. ഈ വിഷയത്തിൽ എന്ത് ചെയ്യാം, പരിഹാരം ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് നിവേദനം അവസാനിപ്പിക്കാം. ഞങ്ങളുടെ പ്രദേശത്തുള്ള ജലാശയങ്ങൾ എല്ലാം തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ പ്രദേശത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തിച്ചേരുന്ന യുവജനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും മറ്റും ജലാശയത്തിലേക്ക് വലിച്ചെറിയുകയും മലിനീകരണത്തിന് കാരണമാകുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ജലമലിനീകരണം നടക്കുന്നതിനാൽ ജലജീവികൾ ഇവിടെ അന്യമാകുന്നു. കുട്ടികൾക്കും പ്രായമായവർക്കും രോഗങ്ങൾ വ്യാപകമാകുന്നു. ഇത്രയും വേഗം ഇതിന് പരിഹാരം കാണാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് മക്കളെ, ഒരു പരിഹാരം ആവശ്യപ്പെട്ടായിരിക്കണം നിവേദനം ഉണ്ടാവുന്നത്. നടപടികൾ സ്വീകരിക്കണമെന്ന് വിനീതപൂർവ്വം അഭ്യർത്ഥിക്കുന്നു എന്നാണ് കൊടുക്കേണ്ടത്. അഭ്യർത്ഥിക്കുന്നു. ഒരിക്കലും എന്ത് ചെയ്യരുത്, സ്നേഹത്തോടെ എന്നൊന്നും ചെയ്യരുത്, വിശ്വസ്തയോടെ വിനീതപൂർവ്വം എന്നൊന്നും ചെയ്യുന്നു. നമ്മൾ ആ രീതിയിലാണ് നിവേദനം എഴുതേണ്ടത്. പിന്നെ എന്താണ്, പിന്നെ നമ്മുടെ തീയതി എഴുതുന്നു. ഒപ്പം ആലപ്പുഴ സ്ഥലം ആലപ്പുഴ. അതുകൂടി എന്ത് ചെയ്താൽ അതുകൂടെ എഴുതി നിവേദനം പൂർത്തിയാക്കാം. അപ്പോൾ ഈ രീതിയിൽ നിവേദനം എഴുതാനുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് പ്രകൃതിക്കെതിരെയുള്ള ചൂഷണങ്ങളെ കുറിച്ചാണ് നമ്മൾ ആ മൂന്നാമത്തെ യൂണിറ്റിൽ കൃത്യമായിട്ടും പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. പഠിക്കാതെ പോരുത്. മാർക്ക് എന്ത് ചെയ്യണം, മാർക്ക് ഉറപ്പിച്ച് വെക്കണം.